കൃഷ്ണേട്ട മുൻകാലങ്ങളിൽ പാകിസ്ഥാന്റെ പിന്തുണയുള്ള ഭീകരവാദികൾ, ഈ സൈനികരെല്ലാം പിന്തുണയുള്ള ഭീകരവാദികൾ മറ്റുള്ള രാജ്യത്തെ പട്ടാളക്കാർക്കാണ് തലവേദന. അവരുടെ മരണങ്ങളെല്ലാം ഈ ഭീകരവാദികളുടെ കൈകൾ കൊണ്ട് നടക്കുന്നത് പതിവാണ്. പക്ഷേ ഇപ്പോൾ മുഴുവൻ പാകിസ്ഥാന്റെ പട്ടാളത്തിൻ്റെ തലയിലാണ്. ഭീകരവാദികളും അതോടൊപ്പം തന്നെ അഫ്ഗാനിൽ നിന്നുള്ള അവിടെയുള്ള പട്ടാളക്കാരും ബലൂചിസ്ഥാന്റെ ഭാഗത്ത് നിന്നുള്ള എല്ലാ ആക്രമണങ്ങളും കൊണ്ട് തുടർച്ചയായി തന്നെ ഈ പാകിസ്ഥാൻ പട്ടാളം മരിച്ചു വീഴുന്ന ഒരു അവസ്ഥയാണല്ലോ. ഇത് സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് ഇങ്ങനെ ഉണ്ടായതാണോ? പാകിസ്ഥാനിലെ അവസ്ഥയെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ പാകിസ്ഥാനിലുള്ളത്. നമ്മുടെ രാജ്യത്ത് പട്ടാളക്കാരും പോലീസുകാരും ഒക്കെ നമ്മുടെ ജനങ്ങളുടെ സുരക്ഷയും അല്ലെങ്കിൽ അവരുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം കൊടുക്കുമ്പോൾ പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ തലവേദനയെന്ന് പറയുമ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ പട്ടാളക്കാരെ സംരക്ഷിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ബലൂചിസ്ഥാൻ തീവ്ര ഗ്രൂപ്പ് അവരാണിപ്പം വ്യാപകമായിട്ട് ചാവേർ ആക്രമണം നടത്തുന്നത്. ഇപ്പം വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിലെ ടർബത്ത് ഭാഗത്തുള്ള കൂടെ കടന്നു പോവുകയായിരുന്നു അവരുടെ ഒരു സൈനിക വാഹനം. അപ്പോൾ ഒരു നിർത്തിയിട്ടിരുന്ന കാറിനകത്ത് വളരെ ദൂരം നിന്ന് നിയന്ത്രിക്കാൻ കഴിയുന്ന റിമോട്ട് സിസ്റ്റം വല്ലതുമായിരിക്കും ബോംബ് വെച്ചിട്ട് ആ വാഹനം സൈന്യവാഹനം തകർക്കുകയും ഏതാണ്ട് 8 സൈനികർ തൽക്ഷണം മരിക്കുകയും ഏതാണ്ട് 35ഓളം സൈനികരുടെ നില വളരെ ഗുരുതരമാണ്. ഗുരുതരമെന്ന് പറഞ്ഞാൽ അവർ ഈ തൽക്ഷണം മരിച്ചില്ലെങ്കിലും മരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതായത് വളരെ കാലം കൊണ്ട് പാകിസ്ഥാനിൽ ഇപ്പം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയെന്ന് പറയും. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് യുദ്ധസമാനമായ കാര്യങ്ങൾ അല്ലെങ്കിൽ യുദ്ധം തന്നെയെന്ന് പറയാം. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായിട്ട് യുദ്ധമാണ്. 3 വട്ടം അഫ്ഗാനിസ്ഥാനിൽ വ്യോമാക്രമണം നടത്തി. അതിനുശേഷം അഫ്ഗാനിസ്ഥാൻ പട്ടാളം 10-15,000 പട്ടാളം അവിടെ കയറി ഏതാണ്ട് 100ഓളം സൈനികരെ കൊന്നു. പോസ്റ്റുകൾ പിടിച്ചടക്കി കത്തിച്ച് കളയുന്നു. സൈനികർ തിരിഞ്ഞോടുന്ന അവസ്ഥ. അതുപോലെ തന്നെ ഇറാൻ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 1 മാസം മുമ്പാണ് ഒരു 100ഓളം സൈനികരെ കൊന്നുകളയുന്ന. അപ്പോൾ ഇറാനെ, അഫ്ഗാനിസ്ഥാനെ, അതായത് തഗ്രിക്ക് താലിബാൻ എന്ന് പറഞ്ഞ അതിനകത്തൊരു ഗ്രൂപ്പ്, ഇവരെല്ലാം സൈനികരെ കൊല്ലുന്ന ഒരവസ്ഥ. അതായത് സൈനികർക്ക് യാതൊരു നിവൃത്തിയും ഇല്ലാത്ത ഒരു രീതിയിലേക്കാണ് പാകിസ്ഥാൻ പോകുന്നത്. അതായത് ഈ സൈനികരെക്കാട്ടി മിലിറ്റന്റ് ഫോഴ്സായിട്ട് പാകിസ്ഥാനകത്തുള്ള തീവ്ര ഗ്രൂപ്പുകൾ മാറുന്ന ഒരവസ്ഥയുണ്ട്. തുടക്കം സൂചിപ്പിച്ചതുപോലെ ഇവർക്കെല്ലാം തുടക്കം പിന്തുണ നൽകിയതാരാണ്? ഈ സൈനികരായിരുന്നല്ലോ. സൈനികർ എന്ന് പറഞ്ഞാൽ അവിടെ ഇതൊക്കെ യഥേഷ്ടം വളരുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ അരാജകത്വം ഉണ്ടാവുന്നതിന് വേണ്ടിയുമുള്ള ഒരു സംവിധാനം ഉരുത്തിരിച്ചു കൊടുത്തു. അതായത് ആ രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തിൽ കൂടി അധികാരത്തിൽ വരുന്ന ഒരു രാജ്യമാണെങ്കിൽ പോലും തീവ്ര സ്വഭാവമുള്ള അല്ലെങ്കിൽ മതം നിയന്ത്രിക്കുന്ന ഇതുപോലെ ഓരോ ഗ്രൂപ്പുകൾ, ആ ഗ്രൂപ്പുകൾ അതിനകത്തുടലെടുത്തു. ആ ഗ്രൂപ്പുകൾ പല പ്രവിശ്യകൾ നിയന്ത്രണത്തിൽ ഏറ്റെടുത്തു. ആ ഗ്രൂപ്പുകളുടെ നിയന്ത്രണത്തെ അല്ലെങ്കിൽ അവരുടെ ആധിപത്യത്തെ ചോദ്യം ചെയ്യാൻ ചെല്ലുമ്പോൾ അവർ മിലിറ്റന്റ് ഫോഴ്സായിട്ട് അതിന് എല്ലാ രീതിയിലുള്ള ട്രെയിനിങ്ങുകളും ചാവേറുകളും ഒക്കെ ആവുന്ന രീതിയിലേക്ക് പോയി. അതായത് ഇപ്പം പാകിസ്ഥാനകത്ത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണോ പാകിസ്ഥാൻ, മിലിറ്ററിയുടെ ഭാഗമാണോ പാകിസ്ഥാൻ, പല ഭീകരവാദി ഗ്രൂപ്പുകളുടെ ഭാഗമാണോ പാകിസ്ഥാൻ എന്നൊന്നും അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകാം. ഇപ്പം തന്നെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്, ഈ ബലൂചിസ്ഥാനെ അറിയാമല്ലോ. ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് പ്രവിശ്യ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പിടിച്ചെടുക്കാൻ അന്ന് അല്ലെങ്കിൽ ഇന്ത്യയുടെ കൂടെ ഭാഗമാകാൻ വേണ്ടി അവർ തയ്യാറായി വന്നപ്പം ഈ പറയുന്ന നമ്മളുടെ പ്രഥമ പ്രധാനമന്ത്രി ഉണ്ടല്ലോ, അയാളൊരു പരമപ്രധാനമന്ത്രിയാണ്, ഈ നെഹ്റു വേണ്ടെന്ന് പറഞ്ഞു. അത് ആ ബലൂചിസ്ഥാൻ പ്രവിശ്യ വളരെ കൂടുതൽ ധാതുസമ്പത്തുള്ള ഒരു പ്രവിശ്യയാണ്. ഒരു ഗോത്ര മേഖല അല്ലെങ്കിൽ അവർക്ക് പ്രത്യേക ജീവിത രീതിയൊക്കെ ഉള്ള ഒരു മനുഷ്യരാണ്. അപ്പം ആ ധാതുസമ്പത്ത് കൈക്കലാക്കുന്നത് നമ്മുടെ രാജ്യത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ഒക്കെ ഒരു അവസരം കിട്ടിയാൽ മറ്റു രാജ്യങ്ങളിൽ കടന്നു കയറി അവരെ പിടിച്ചടക്കി പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. നമ്മളാണെങ്കിൽ നമ്മുടെ ബോർഡറിലുള്ള രാജ്യങ്ങളെയൊക്കെ ഇപ്പോൾ ശ്രീലങ്കയെ നമ്മൾ പിടിച്ചെടുക്കാൻ നമുക്ക് എന്ത് പാട്, അല്ലെങ്കിൽ മാലിയെ പിടിച്ചെടുക്കാൻ നമുക്ക് എന്ത് അല്ല, നമ്മളതിനൊന്നും പോകാറില്ല. അപ്പം പിടിച്ചടക്കി അവരുടെ കീഴിൽ അമർച്ച ചെയ്ത് വെച്ചിരിക്കുന്ന ഒരവസ്ഥയുണ്ട് ഈ ബലൂചിസ്ഥാൻ. ബലൂചിസ്ഥാൻ അന്ന് തൊട്ടേ അതിനകത്ത് അതിർത്തിയില്ല. അവരുടെ സൈനിക അല്ലെങ്കിൽ ഇതിനകത്ത് സൈനികം അടിച്ചമർത്തി വെച്ചിരിക്കുന്ന അന്ന് തൊട്ടേ അവരുടെ രാജ്യം സംരക്ഷിക്കുന്നതിനും സ്വതന്ത്രമാവുന്നതിനും വേണ്ടി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ഒരു ആർമി ഉണ്ടാക്കി അവർ ചാവേറാവുകയാണ്. കാരണം അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇനി മരിച്ചാലും വേണ്ടുമില്ല അവരുടെ അവകാശങ്ങളും അവരുടെ രാജ്യം വീണ്ടെടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രത്യേക ഗ്രൂപ്പാണ്. അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ യുദ്ധം ചെയ്യുകയല്ല, അവർ സ്വയം ചാവേറാവാൻ തീരുമാനിക്കുന്നു. അവർ ഈ പല ഘട്ടങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, പല ഈ ചൈന കണ്ടമാനം കടന്നുകയറ്റമുണ്ട്. ചൈനയുടെ കണ്ടമാനം ഈ മാനുഫാക്ചറിങ് മേഖലകളും
അല്ലെങ്കിൽ അവിടെ ഈ പറയുന്ന പല പ്രദേശങ്ങളുടെ വികസന പ്രവർത്തനങ്ങളും പല പ്രോജക്റ്റുകളും ഒക്കെ ചൈന ഏറ്റെടുത്ത് നടത്തുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ചൈനയുടെ ആധിപത്യം, ചൈന പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്, അത് ചൈന കൃത്യമായിട്ട് ആധിപത്യം ആ രാജ്യത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് ചൈനയ്ക്ക് കൊടുക്കാനുള്ള കടം വീട്ടാൻ പാകിസ്ഥാൻ വിൽക്കേണ്ടി വന്നാലും നടക്കത്തില്ല, അതേ രീതിയിലുള്ള, അതായത് ചൈനയുടെ ഭാഗമാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കൊള്ളപ്പലിശക്കാരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തു കഴിഞ്ഞാൽ വീടും വസ്തുവൊക്കെ അവൻ്റെ പേരിൽ എഴുതി അതേ അവസ്ഥയിലാണ്. അപ്പം ഈ ചൈനക്കാരുടെ കടന്നുകയറ്റം, ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്തും ചൈനയുടെ ഭാഗമായിട്ട് അവിടെ ധാതുസമ്പത്ത് കൊള്ളയടിക്കുന്നതിന് വേണ്ടി ചൈന പല പ്രോജക്റ്റുകളും ഇട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഈ ചൈനക്കാരുടെ കടന്നുകയറ്റം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ, അതുകൊണ്ട് ചൈന കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തില്ലേ, ഒരു പ്രദേശത്ത് അവിടെ ഈ ചൈനയുടെ ഒരു കമ്പനിയുടെ ഫ്രണ്ടിൽ കുറേ കാറുകളിലെല്ലാം കൂടെ സ്ഫോടനം നടത്തി. അപ്പം അതേ രീതിയിൽ ചൈനക്കാരെ വളരെ കൂടുതൽ കൊന്നു തള്ളുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ താലിബാൻ, ഈ ഒരു ഗ്രൂപ്പുണ്ട്, അതിനകത്ത് തെഹ്രീക്കെ താലിബാൻ എന്നങ്ങാണ്ട് അതിൻ്റെ പേര്, അത് ഇതിനകത്ത് വളരെ കൂടുതലായിട്ട് അവർ വളർത്തിയെടുത്തിട്ടുണ്ട്. അതായത് ഇതിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ടുള്ള പല പ്രവിശ്യകളും താലിബാന് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി സഹായം ചെയ്തു കൊടുക്കുക. താലിബാൻ കയറണ്ട, പാകിസ്ഥാനകത്ത് തന്നെ പാകിസ്ഥാനികളെ ഉരുത്തിരിച്ച് എടുത്തിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. പിന്നെ ലോകത്തുള്ള എല്ലാ തീവ്രവാദികൾക്കും മികച്ച താവളമായിരുന്നു പാകിസ്ഥാൻ. അനുകൂലമായിട്ട് ഇന്ത്യ തന്നെ പലതാണ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെ മണ്ണിൽ ഭീകരവാദം വളരുകയാണ്, നിങ്ങളത് അമർച്ച ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ ഈ ഭീകരവാദികളുടെ മുന്നിൽ മുട്ടിലെഴുതുന്നത്. പറഞ്ഞാൽ ഇപ്പം പട്ടാളക്കാരുടെ ക്യാമ്പുകളിൽ കയറി പൊട്ടിത്തെറിക്കുകയാണ്. അത് അവിടെ തന്നെ സ്കൂളുകളിൽ കയറി പൊട്ടിത്തിരിക്കുകയാണ്, പാർക്കുകളിൽ കയറി പൊട്ടിത്തിരിക്കുകയാണ്, ആശുപത്രികളിൽ കയറി പൊട്ടിത്തിരിക്കുകയാണ്. ഇതിനെ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്ന ഈ മദ്രസകളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനകത്ത് ഈ അല്ലെങ്കിൽ മതഗ്രൂപ്പുകളാണല്ലോ ഇതിൻ്റെ ഈ മദ്രസകൾ നടത്തി. ഇപ്പോൾ 30,000-ൽ പരം മദ്രസകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ബില്ല് ലോക്സഭയിൽ പാസ്സാക്കിയിട്ട് മദ്രസകളെ നിയന്ത്രിക്കുന്നതിന്, മദ്രസകളുടെ സിലബസുകൾ ഇനി മുതൽ ഗവൺമെൻറ് തീരുമാനിച്ചു കൊടുക്കുന്ന സിലബസ്, അതായത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പാകിസ്ഥാൻ തീരുമാനിച്ചു കൊടുക്കുന്ന സിലബസുകൾ മതിയെന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിലെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ആ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോയില്ലെങ്കിൽ മദ്രസകൾക്കുള്ള ഗ്രാൻറ്റുകൾ കൊടുക്കുന്ന അവസ്ഥ പാകിസ്ഥാൻ ഗവൺമെൻറ് നിർത്തലാക്കുമെന്ന് പറഞ്ഞു. അപ്പം അതിനകത്ത് അവർ പഠിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പട്ടാളം പറയുന്നത് ഗവൺമെൻറ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്തു നിന്ന് മതഭ്രാന്തന്മാരെ പടച്ചുവിടുന്നു. ഈ മതഭ്രാന്തന്മാരെന്ന് പറയുമ്പോൾ അവർ നോക്കുമ്പോൾ പാകിസ്ഥാൻ ജനാധിപത്യ രാജ്യം, ഒരിക്കലും ഈ അവർ പഠിച്ചിരിക്കുന്ന ഇസ്ലാമിക രാജ്യം ജനാധിപത്യ രാജ്യമല്ല. അപ്പോൾ ആ രാജ്യത്തിനെതിരെ തന്നെ ആദ്യം പോരാടുകയാണ്. ഈ പഠിച്ച മദ്രസകളിൽ തന്നെ ചെന്ന് പൊട്ടിത്തെറിക്കുന്നൊരവസ്ഥ. അതുപോലെ അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, ഈ ലോകത്തിൽ എന്ത് സംഭവിക്കുന്നു, രാജ്യത്ത് എന്ത് സംഭവിക്കുന്നു, പുരോഗതി, സയൻസ്, ടെക്നോളജി, ആർട്സ്, അങ്ങനെ എല്ലാ രീതിയിലുള്ള പഠനങ്ങളും, അതായത് സ്കൂളിൽ പഠിപ്പിക്കുന്ന അതേ രീതിയിലുള്ള പഠന സംവിധാനം, സിലബസും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ ക്ലാസ് എടുത്ത് പിള്ളേരെ രാജ്യത്തിനുതകുന്ന രീതിയിൽ വാർത്തെടുക്കാമെങ്കിൽ മാത്രം ഇനി മദ്രസകൾ നടത്തിയാൽ മതിയെന്ന് പാകിസ്ഥാനിൽ തീരുമാനിക്കുന്നു. അതായത് ഇന്ത്യയിൽ പോലും മദ്രസകൾ ഈ രീതിയിൽ പ്രവർത്തനം, മതപഠനത്തിനപ്പുറം രാജ്യ താല്പര്യങ്ങളും രാജ്യത്തെക്കുറിച്ചും പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ കുറേ ആൾക്കാർ അതിനെതിരെ നിൽക്കുമ്പോൾ, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് ഇത്തരത്തിൽ മതപാഠശാലകൾ അല്ലെങ്കിൽ മദ്രസകൾ വേണമെന്ന് ലോകം പറഞ്ഞ് അത് പാകിസ്ഥാന് ബോധ്യപ്പെടുത്തുകയും മാറ്റം വരുത്തുന്ന ഒരവസ്ഥയാണ്. അതായത് അവിടെ നിലനിൽപ്പില്ലാത്ത അവസ്ഥ. ഉണ്ടാകുന്ന കുട്ടികൾ മൊത്തം മദ്രസകളിൽ പോകുന്നു, ഉണ്ടാകുന്ന കുട്ടികൾ മൊത്തം മദ്രസകളിൽ നിന്ന് തീവ്ര നിലപാടുമായിട്ട് വെളിയിൽ വരുന്നു, ഉണ്ടാകുന്ന കുട്ടികൾ അല്ലെങ്കിൽ യുവാക്കളെല്ലാം ചാവേറുകളാവുന്നു, രാജ്യത്തിനെതിരെ നിൽക്കുന്നു, സൈന്യത്തിനെതിരെ നിൽക്കുന്നു, ആശുപത്രികൾക്കെതിരെ നിൽക്കുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ നിൽക്കുന്നു. ഈ രീതിയിലേക്ക് പോകുന്ന ഒരവസ്ഥ രാജ്യത്തിനകത്തുണ്ടാകുമ്പോഴാണ് താലിബാൻ്റെ ഭാഗങ്ങൾ, തെഹ്രീക്കെ താലിബാനും ഈ പറയുന്ന ഈ മുമ്പേ പറഞ്ഞ ലിബറേഷൻ, ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, അല്ലെങ്കിൽ ഈ പാക് അധിനിവേശ കാശ്മീർ സ്വതന്ത്രമാക്കണമെന്ന് പറഞ്ഞാൽ അവിടെ ബലൂചിസ്ഥാൻ ആർമി, ഇവിടെ എങ്ങും പട്ടാളത്തിന് സ്വൈര്യമായി കാര്യങ്ങൾ നടത്താൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതായത് പാകിസ്ഥാൻ ശരിക്കും പട്ടാളം കഴിഞ്ഞ ഒരു മാസമായിട്ട് മാത്രം പരിശോധിക്കുമ്പോൾ തന്നെ 200-ൽ പരം പട്ടാളക്കാർ വിവിധ രാജ്യങ്ങളുടെ ഭാഗമായിട്ടും അതിനകത്തുള്ള തീവ്രവാദി ആക്രമണങ്ങളുടെ ഭാഗമായിട്ടും മാത്രം മരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്.